നമസ്കാരം സർ. നമസ്കാരം. ശ്രീ രശ്മിനാഥ്, നമുക്കറിയാം ഈ അമേരിക്കൻ പ്രസിഡന്റും യുക്രൈൻ പ്രസിഡന്റും തമ്മിലുണ്ടായ തർക്കം അത് ലോകം മുഴുവൻ കണ്ടതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ യുവതലമുറ വരെ അത് വളരെ കൗതുകത്തോടെ, അവർ ഈ വാർത്തകളൊന്നും അധികം കാണുന്നതല്ലല്ലോ, അല്ലെങ്കിൽ ഈ കറണ്ട് അഫയേഴ്സിലേക്കൊക്കെ അങ്ങനെ നോക്കി കാണാത്തവരാണ്. പക്ഷെ അവർ വരെ വളരെ കൗതുകത്തോടെ നോക്കി കണ്ടതാണ്. അത് പക്ഷേ ഏറ്റവും അധികം, അത് കുറച്ച് സീരിയസ് ആയിട്ട് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഏറ്റവും അധികം ബാധിക്കുന്നത് യുക്രൈൻ ജനതയെ തന്നെയായിരിക്കും അല്ലെ? കാരണം അവരുടെ ഒരു എന്താ പറയുക, ആത്മവിശ്വാസത്തെ ബാധിക്കും എന്നുള്ള നിലയിലേക്കൊക്കെ ആ തർക്കം അവരെ അങ്ങനെ തന്നെ ബാധിച്ചേക്കാം. പിന്നെ അതിന്റെ കുറച്ചുകൂടി വിശാലമായി നോക്കുമ്പോൾ ഈ നാറ്റോ സഖ്യത്തിന്റെ ഭാവി പ്രവർത്തനം, മാത്രമല്ല അമേരിക്കയും യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ബന്ധം ഇതിനെയൊക്കെ ബാധിച്ചേക്കാം. അങ്ങനെയൊക്കെ വിലയിരുത്തലുകളുണ്ട്. താങ്കളുടെ അഭിപ്രായത്തിൽ ഇതിന്റെ പരിണത ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും? മാത്രമല്ല ഭാരതത്തിന് ഫലപ്രദമായി ഇതിൽ എങ്ങനെ ഇടപെടാൻ സാധിക്കും? ഇത് രണ്ട് തരത്തിലാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. റഷ്യ ഉക്രൈൻ വിഷയമെന്ന് പറയുമ്പോൾ, ഒന്ന്, ഉക്രൈൻ അതിന്റെ സ്വതന്ത്ര പരമാധികാരത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ അവർ നിൽക്കുന്നു. അതോടൊപ്പം യുക്രൈൻ റഷ്യയുടെ ഭാഗമാണ്, അതിനെ ഒരിക്കലും മറ്റൊരു രാജ്യമായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന നിലപാടിൽ റഷ്യയും ഉറച്ചു നിൽക്കുകയാണ്. ഇത് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് അവിടെ യുദ്ധം നടക്കുന്നു. യുദ്ധം നടക്കുന്ന സമയത്ത് ഒരുപാട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവിടെ പഠനം നടത്താൻ വേണ്ടി എത്തിയിട്ടുണ്ടെന്ന് അറിയുന്നു. ആ ഇന്ത്യൻ വിദ്യാർത്ഥികളെ അവിടെ നിന്ന് കൊണ്ടുവരുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് രണ്ട് രാജ്യങ്ങളോടും ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 1.5 മണിക്കൂറോളം സമയം ഇന്ത്യൻ വിദ്യാർത്ഥികളെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ രണ്ട് രാജ്യങ്ങളും അന്ന് തയ്യാറായിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു വലിയ റോള് ഭാരതത്തിന് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കാനും ഒരു പരിഹാരം കാണാനുമുള്ള ഒരു വലിയ റോള് തന്നെ അവിടെയുണ്ട്. പക്ഷെ അവിടുത്തെ ഒരു പ്രശ്നം, ഭാരതത്തെ ഈ രണ്ട് രാജ്യങ്ങളും ഔദ്യോഗികമായി എന്നാണോ ക്ഷണിക്കുന്നത് അപ്പോഴായിരിക്കും ഭാരതത്തിന് അവിടെ ഇറങ്ങിച്ചെല്ലാനുള്ള, അതിനകത്ത് കടന്നു ചെല്ലാനുള്ള ഒരു സമയമുണ്ടാവുക, ആ ഒരു സാഹചര്യം ഉണ്ടാവുക. അതുവരെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നത് ആ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിട്ട് മാത്രമേ അതുവരെ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇതിനകത്തൊരു നല്ലൊരു രീതിയിലുള്ളൊരു മാറ്റം എനിക്ക് കാണാൻ സാധിച്ചത്, അമേരിക്ക യുക്രൈൻ പ്രസിഡന്റുമായി നടത്തിയ ചർച്ചയിൽ, അമേരിക്കൻ പ്രസിഡന്റും യുക്രൈൻ പ്രസിഡന്റും നടത്തിയിട്ടുള്ള ചർച്ചയിൽ നിന്ന് യുക്രൈൻ പ്രസിഡന്റ് ഇറങ്ങിപ്പോയി എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ ഇറങ്ങിപ്പോകാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം, യുദ്ധത്തിൽ നിന്ന് പിന്മാറി സമവായത്തിന്റെ പാതയിലേക്ക് വരണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടപ്പോഴാണ് യുക്രൈൻ പ്രസിഡന്റിന് അത് ഇഷ്ടപ്പെടാതിരിക്കുകയും അദ്ദേഹം ആ ഒരു ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ അമേരിക്ക ഇനിയൊരു ലോകയുദ്ധത്തിന് സാക്ഷിയാകാൻ സാധിക്കില്ല, അത് മാനവരാശിക്ക് നല്ലതല്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്നായിരിക്കാം ഇത്തരത്തിലുള്ളൊരു സമീപനത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് മാറിയിട്ടുണ്ടാകുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് അത്തരത്തിലേക്കൊരു ചിന്തയിലേക്ക് മാറുമ്പോൾ അതേസമയം തന്നെ റഷ്യൻ പ്രസിഡന്റും റഷ്യ എന്ന രാജ്യവും അതിനോട് അനുകൂലമായ രീതിയിൽ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിക്കൊണ്ട് ഉക്രൈനുമായിട്ടുള്ള സന്ധി സംഭാഷണങ്ങൾ നടത്തി അവരുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഓരോ വലിയ വലിയ രാജ്യങ്ങൾക്കും തൊട്ടടുത്തുള്ള ചെറിയ സമ്പൽ സമൃദ്ധമായ രാജ്യങ്ങളെ തങ്ങളുടെ രാജ്യത്തേക്ക് കൂട്ടി യോജിപ്പിക്കണം എന്നുള്ള ചിന്താഗതി സ്വാഭാവികമായിട്ടുണ്ടാകും. അതിൻ്റെത് ചില കാര്യങ്ങൾ നമ്മളും ഇന്ത്യയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ചൈനയ്ക്ക് ഇന്ത്യയുടെ ഏറ്റവും നല്ല ചില ഭൂപ്രദേശങ്ങൾ, തന്ത്രപ്രധാനമായിട്ടുള്ള ഭൂപ്രദേശങ്ങൾ ചൈനയ്ക്ക് വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. അതിനുള്ള ചില പ്രവർത്തനങ്ങൾ, നീക്കങ്ങൾ നടത്തുന്നു. ഇന്ത്യ ശക്തമായിട്ട് തിരിച്ചടിക്കുന്നു. അതോടൊപ്പം തന്നെ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല, അത് പാകിസ്ഥാന്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ ചില നീക്കങ്ങൾ നടത്തുന്നു. ഇന്ത്യ അതിനെ പ്രതിരോധിക്കുന്നു. ശക്തമായ രീതിയിൽ തന്നെ പ്രതിരോധം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ പാകിസ്ഥാന് പിന്നോട്ട് പോകേണ്ടിയും വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെയും ഈ ഉക്രൈന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാത്ത രീതിയിൽ റഷ്യ ഈ വിഷയത്തിൽ ഒരു സമീപനം ഉൾക്കൊണ്ടു മുന്നോട്ട് പോകാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും അടുത്തൊരു ലോകയുദ്ധം ഇല്ലാതെ തികച്ചും സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലാത്ത പക്ഷം അമേരിക്ക ആ ഒരു കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതാണ് ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരുടെ മറ്റു കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ അറിയില്ല. ഒരു ലോകയുദ്ധത്തിലേക്ക് പോകുന്നതിന് പകരം സമാധാന അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചാൽ മാനവരാശിക്ക് തന്നെ ഏറ്റവും നല്ല
ഒരു കാര്യമായിരിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അതിന് റഷ്യ കൂടി സഹകരിക്കേണ്ടതുണ്ട്. കാരണം റഷ്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മറ്റൊരു രാജ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും റഷ്യക്ക് എങ്ങനെയാണോ മാനസികാവസ്ഥ അത് അനുഭവിക്കുന്നത് എന്നുള്ളത് റഷ്യ ഇതേ സമയത്ത് തന്നെ ഉക്രൈന്റെ കാര്യത്തിലും ചിന്തിക്കേണ്ടതുണ്ട്. ഉക്രൈൻ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായിട്ടാണ് ഇപ്പോൾ ലോകം കണ്ടിട്ടുള്ളത്. അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു പ്രവിശ്യയാക്കി, റഷ്യയുടെ പ്രവിശ്യയാക്കി മാറ്റാനുള്ള ശ്രമങ്ങളെ റഷ്യയും സമചിത്തതയോടുകൂടി, കൂടുതൽ വിവേക ബുദ്ധിയോട് കൂടിയിട്ട് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. കാരണം ലോകത്തെ രണ്ട് വൻ ശക്തികളാണ് അമേരിക്കയും റഷ്യയും. ആ വൻ ശക്തികളിൽ അമേരിക്ക സമാധാനത്തിന്റെ പാതയിലേക്ക് വരുന്നുണ്ട് എങ്കിൽ അതിന് വലിയൊരു പങ്ക് ഭാരതത്തിനും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് നടത്തിയിട്ടുള്ള നിരവധി ചർച്ചകളും കാര്യങ്ങളും ഒക്കെ അമേരിക്കയിൽ നരേന്ദ്രമോദിജി ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ആ ഒരു സ്വീകരണങ്ങളൊക്കെ ഈ രാജ്യത്തെയും രാജ്യത്തെ പ്രധാനമന്ത്രിയെയും രാജ്യത്തെ സർക്കാരിനെയും അമേരിക്ക അടക്കമുള്ള വൻ രാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നുള്ളതിന് തെളിവ് കൂടിയാണത്. അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്ത് നടക്കുന്ന ഏതൊരു വിഷയത്തിലും എല്ലാ രാജ്യങ്ങളും ഭാരതത്തിന്റെ നിലപാട് അറിയാൻ വേണ്ടി ഉറ്റുനോക്കുന്നത്. ഒരു കാലത്ത് ഭാരതത്തിനെ കുറിച്ച് ആരും മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അമേരിക്ക എന്തു പറയുന്നു, റഷ്യ എന്തു പറയുന്നു എന്ന് മാത്രം ഉറ്റുനോക്കിയിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് ഭാരതം എന്തു പറയുന്നു എന്ന് നോക്കുന്ന ഒരു ലോക രാജ്യങ്ങൾ ഭാരതം എന്ത് പറയുന്നു, ഭാരതത്തിന്റെ നിലപാട് എന്ത് എന്ന് ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഭാരതത്തിന്റെ നിലപാട് എന്ത് എന്ന് ലോകരാഷ്ട്രങ്ങൾ അടങ്ങുന്ന നാറ്റോ, അതുപോലെ UN അടക്കമുള്ള ലോക രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിന്റെ നിലപാട് അത് ഏറ്റവും നല്ല നിലപാടും തീരുമാനവും ആയിരിക്കും എന്നുള്ളതാണ് ഇന്ന് നാറ്റോയും UN അടക്കമുള്ള ലോകരാഷ്ട്രങ്ങളുടെ ആ ഒരു കൂട്ടായ്മ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ റഷ്യ യുക്രൈൻ വിഷയത്തിൽ UN, നാറ്റോ ഇവരൊക്കെ അടക്കമുള്ള ആ ഒരു ലോകരാഷ്ട്ര കൂട്ടായ്മയിലേക്ക് ഇന്ത്യയുടെ പ്രതിനിധി കൂടി കടന്നു ചെന്നുകൊണ്ട്, ഭാരതത്തിന്റെ പ്രതിനിധി കടന്നു ചെന്നുകൊണ്ട് അതിനകത്ത് ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്താൽ തീർച്ചയായിട്ടും ഇലയ്ക്കും മുള്ളിലും കേടില്ലാത്ത റഷ്യക്കും യുക്രൈനും സ്വീകാര്യമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു സർ. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.